ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അതിനോട്ട് നമ്മളിന്ന് എവിടെയാണ് പോകണേ? നമ്മളൊന്ന് കുറച്ച് കുറച്ച് കറക്കമുണ്ട്. അതായത് നമുക്ക് ഒന്ന് രണ്ട് ഒരു സാധനം വന്നിരിപ്പുണ്ട്, അതൊന്ന് നോക്കണം. പിന്നെ പിന്നെ കുറച്ച് പർച്ചേസിൻ്റെ ഒരു കുറച്ച് പ്രൊഡക്റ്റ് നോക്കാൻ വേണ്ടി പോകാൻ. നമ്മൾ പിന്നെ ഈ അറിയാലോ, ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത് ഒന്നിലും ഇപ്പോൾ ഈ എത്തണ വേറെ എവിടെയില്ലായിരിക്കും. ഇന്നും അതുപോലെ ആയിരിക്കും മിക്കവാറും. പിന്നെ അപ്പോൾ ഷോപ്പിൽ പോയിട്ട് അവിടെ നേരെ ട്രിവാൻഡ്രം ചാലയിലൊക്കെ ഒന്ന് കയറണമെന്ന പ്ലാന്. എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മളിതാ ഷോപ്പിലെത്തി. അപ്പോഴേക്കും അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നമുക്കൊന്ന് എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എല്ലായിട്ടും വർക്ക് കഴിഞ്ഞല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അല്ലേട്ടോ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ഇട്ട് ആ മീൻ അവിടെ വെച്ചുകൊണ്ട് ഒരു മീനിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. ഓ, വിഴിഞ്ഞത്ത് അതിന് എടുക്കാൻ വേണ്ടി വിഴിഞ്ഞത്ത് വേറെ എന്തൊക്കെ വിശേഷം? ലാലേട്ടന് ഇപ്പോൾ വീഡിയോസൊക്കെ കുറവാണ്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പണിത്തിരക്കല്ലേ കേട്ടോ, പണിത്തിരക്ക്. അത് തന്നെ എല്ലാവരും പോയി കാണണം. അയൽസ് വേൾഡിൽ നമ്മളെന്തെങ്കിലും വിവാദം കിട്ടിയാലേ പറ്റുള്ളൂ അല്ലേ ചിന്നു? എന്നാലേ വല്ല രക്ഷയുള്ളൂ. ചിന്നുവിനെ ഇനി എന്തെങ്കിലും വിവാദത്തിലെടുത്തിടണേ. അപ്പോൾ നമ്മളിനിയിപ്പോൾ നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകണം. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിൽ വാങ്ങണം. അതൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നു. അപ്പം നമ്മളിവിടെ കരമന എത്തി. നമ്മളുണ്ടല്ലോ ഒന്ന് രണ്ട് സാധനം നോക്കാൻ വേണ്ടി വന്നതാട്ടോ. ഇതുപോലത്തെ മറ്റേ ഹീറ്റർ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഫ്രീസർ ഇപ്പോൾ നമുക്കൊന്ന് വലുതുണ്ട്, അപ്പോൾ ഒന്നും കൂടെ വേണം. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി വന്നതാട്ടോ. നമ്മളങ്ങനെ തപ്പിത്തരും നമ്മൾ ചാലയ്ക്കകത്ത് എത്തിയില്ല കേട്ടോ. ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട്, നമ്മളെല്ലാത്തിൻ്റെ റേറ്റ് ഒന്ന് അന്വേഷിച്ച് വരാമെന്ന് വെച്ചാൽ അങ്ങനെ ചാലയ്ക്കകത്താണ് വന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചാലയ്ക്കകത്ത് വരുന്നത്. ഇതതിൻ്റെ ഒരു ഭാഗമല്ലേ? ഇതന്നെയാണ് അതിൻ്റെ തുടക്കം. പക്ഷെ നമ്മൾ SM പോലെയല്ല അല്ലേ? എന്തോ പക്ഷെ SM എന്തോ വാരി വലിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ. സാധനം ഇവിടെ ഒക്കെ നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ അതിൻ്റെ കടകളൊന്നും ഗൈസ്, ഇതൊക്കെ ചാലേൻ്റെ ഭാഗങ്ങളാണ് അല്ലേ? അല്ല വേണുട മക്കള് അല്ല വേണുട വാങ്ങിക്കാം. പൂക്കട, പാത്രക്കട, കൂടുതൽ പാത്രക്കട, പെയിൻറ്റിങ് കട, പിന്നെ എല്ലാ കടകളും ഉണ്ട് ഒരുവിധം. ശരിയാണ്, ഫ്ലവറൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഫ്ലവർ കട പിന്നെ ഇതൊക്കെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ചട്ടി, കുടം, അങ്ങനത്തെ സംഭവങ്ങളായിട്ട് അതൊക്കെ മൂടിയിട്ടിങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാടുണ്ടായിരുന്നു ചട്ടി കലയൊക്കെ. ഗൈസ്, നമ്മൾ വെള്ളയാണി കാണാനൊന്ന് വന്നതാണ്. ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു പാലം വരികയാണ് തോന്നുന്നുണ്ട് അല്ലേ? ആ മരമൊക്കെ ഓർമ്മയുണ്ട്. പാലം വരികയാണ്. എന്താ വെച്ചാൽ ഇവിടെ വെള്ളം കയറുന്നതുകൊണ്ടായിരിക്കും അല്ലേ? ഇവിടെ മഴയാകുമ്പോൾ നന്നായിട്ട് വെള്ളം കയറി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇവിടെ പാലം വരികയാണ്. അത് നല്ലൊരു ആശയമാണ് പാലം അല്ലേ? ബബ്ബാമൂല, കക്കാമൂല, കാക്കാമൂല. ഇച്ചിരി പീസായി മൈൻഡൊക്കെ ഒന്ന് ചില്ലായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെയൊക്കെ ഒരുപാട് മാറി നീട്ടി. ഈ ഭാഗമാണ് നീട്ടിയത്. അവരതാ തോണിയിൽ മീൻ എന്തോ പിടിക്കുന്നത്. മറ്റേ JCB ഒക്കെ അങ്ങ് പോയിരിക്കുന്നത് അല്ലേ? എങ്ങനെ പോയോ എന്തോ JCB ഒക്കെ. നമ്മളിങ്ങോട്ടൊക്കെ വന്നിട്ട്
പക്ഷെ വലിയ അധികകാലമൊന്നുമില്ല, എൻ്റെ കണക്കിൽ ഒരു 3 മാസമൊക്കെ ഉള്ളൂ. 3 മാസം കൊണ്ടാണ് പെട്ടെന്ന് ഈ മാറ്റങ്ങളൊക്കെ കേട്ടോ. മുമ്പറിയാമല്ലോ ഇതുവഴി നല്ല രസമാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ ഹൈവേ കൂടെ വന്നത്, അപ്പോൾ ഇങ്ങോട്ടൊന്ന് കയറി കുറച്ച് നേരം ഇവിടെ നിന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഇനി കാണാൻ പറ്റൂല. ഇനി പാലം വരുമ്പോൾ ഇതൊക്കെ നല്ല താഴോട്ടാവും, ഈ വയലും കായലൊക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ആ റോഡാണെങ്കിലും വെള്ളം കയറുമ്പോൾ റോഡ് മൊത്തം വെള്ളമായിരിക്കും. അതൊക്കെ ആയിരിക്കും അവർ മാറ്റുന്നത്. അതിപ്പോൾ ഇനി കുറേ നാളത്തേക്ക് ഇതുവഴി അപ്പോൾ കാറൊന്നും പോകുമെന്ന് തോന്നുന്നു കേട്ടോ. കാറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്ന് തോന്നുന്നു. ബൈക്ക് പോകുന്നുണ്ട്, കാറ് പോകുന്ന കാര്യം ഡൗട്ടാണ്. നമ്മളെപ്പോലെ അറിഞ്ഞുകൂടാതെ കാര്യം വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇല്ല, അവിടെ എവിടെയെങ്കിലുമൊക്കെ ക്ലോസ് ആയിരിക്കും. ഇതാണ് വെള്ളായണി, മറ്റേ കാക്കാമൂല സൈഡാണ് കേട്ടോ. നല്ല രസമാണ്. പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് എല്ലാം കരിഞ്ഞൊക്കെ കിടക്കുക. മീൻപിടുത്തമൊക്കെ എപ്പോഴും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് മീൻപിടുത്തം, അവിടെ ചായക്കട ഒക്കെ ഉണ്ടായെന്നൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാലം വരുമ്പോൾ എന്തോന്ന് ഹൈറ്റ് കൂടുതലല്ലേ, വേറെ ഗതാഗതം സൗകര്യം അടിപൊളിയായിരിക്കും. അല്ലാതെ ഒരു പഴയൊരു വൈബ് ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ ഈ ഒരു റോഡൊക്കെ പൊളിക്കുന്നതിന് മുമ്പുള്ള ഒരു ഭയങ്കര പീസായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ ഷൂട്ട് എടുക്കാനായാലും വന്നൊരു ചായയൊക്കെ കുടിക്കാനും മീൻ വാങ്ങാൻ അങ്ങനെയൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ്. പിന്നെ വെള്ളത്തിലൊക്കെ കരിമീനല്ലേ സിലോപ്പി. പിന്നെ അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലൈ ഓവർ ചെയ്യുമ്പോൾ ഈ അന്ന് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു നൈസ് സ്പോട്ട് മിസ്സാവണം. ഇത് താഴെ അവരെന്തെങ്കിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമെന്നറിയില്ല. അതായത് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് ഇത്രയും ഹൈറ്റിലാണ് ചെയ്യുന്നത്, ഫ്ലൈ ഓവർ വേണം. അപ്പോൾ ചിലപ്പോൾ താഴെ ഇങ്ങനെ നമ്മൾ പിന്നെ വന്നൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അതോ ഇനി അതുപോലെ ചെറിയ ഫ്ലൈ ഓവറാണ് വരുന്നത്. ഇത് വയലാണ്, ഇത് കായലാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും സെയിം ആണ്. അപ്പുറത്തും വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കയറുമ്പോഴേ ഇവിടെയൊക്കെ വയലാണ്. പക്ഷെ ആ സൈഡും വെള്ളമാണ്. എനിക്ക് ഒന്നാക്കുമെന്ന് അറിയില്ല. എന്നാൽ നമുക്ക് മേളിൽ നിന്നിട്ട് കാണാനേ പറ്റുള്ളൂ. പക്ഷെ താഴെ എന്തെങ്കിലും സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നൈസായിട്ട് ഈവനിങ് കാണുന്നില്ല. അതുപോലെ ഇതേപോലെ വേറൊരു സ്ഥലമുണ്ട് നമ്മളന്ന് പോയിരുന്നത്. ഇതുപോലെ 1-2 സ്പോട്ടുകളുണ്ട്, അത് മാത്രമല്ല. പക്ഷെ കൂടുതൽ പേര് ഇതെന്ന് വെച്ചാൽ ഈ ഒരു ലൊക്കേഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ തിരുവല്ലം ഭാഗത്ത് നിന്ന് ബാലരാമപുരം പോകുന്നത്, അതായത് വെങ്ങാനൂരല്ല, പൂങ്കുളം. ഇവിടുന്ന് പൂങ്കുളം, ഈ സൈഡ് പൂങ്കുളം, ഇങ്ങോട്ട് ബാലരാമപുരം പോകുന്ന റോഡ് നൈസാണ്. ഇപ്പോൾ പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഇതിനിങ്ങനെ നമ്മൾ ഇപ്പുറത്തെ ഹൈവേ കൂടെ, അതായത് ബൈപ്പാസ് അല്ല, അവിടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നപ്പോഴാണ് എനിക്ക് ഇവിടെ കുറച്ച് നേരം വന്നിരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഏകദേശം അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ അങ്ങോട്ട് വന്നതാണ്. പക്ഷേ ഞാൻ ഇതുവഴി പോയിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടാണ് ഇനി അറിഞ്ഞില്ല. ഇതെന്തായാലും പണി തുടങ്ങിയിട്ട് 3 മാസം, എനിക്കൊരു എൻ്റെ ഒരു കണക്കാണ് പറഞ്ഞു വന്നിട്ട് 3 മാസമാണ് എനിക്കത് കൂടുതലായി കാണും. ഞാൻ എപ്പോഴും ഇതുവഴി നമ്മളിപ്പോൾ ബൈപ്പാസ് ആയതിനു ശേഷം അങ്ങനെ വിട്ട് നേരെ ഇങ്ങനെ പോയിക്കുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരുവല്ലം വന്നിട്ട് ഈ റൂട്ടാണ് എപ്പോഴും പോകുന്നത്. നേരെ പോയി ബാലരാമപുരത്ത് കയറാം. അങ്ങനെ ഇപ്പോൾ ഹൗസ് എന്നവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ പിന്നെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിലേക്ക് കുറച്ചുകൂടെ കുറച്ച് സാധനങ്ങൾ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി വെക്കാൻ വേണ്ടി പോയത്. അപ്പോൾ നോക്കി പിന്നെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നതാണോ ഇനി നമ്മൾ ചെയ്യുന്നതാണോ നല്ലതെന്ന് മാത്രം അറിയില്ല. നല്ലതല്ല, ലാഭം. അതുകൂടെ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം. വെയിലാണ്. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ വലിയ വെയിലില്ല, 2 സൈഡ് മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നൈസായിരുന്നു. ഇപ്പോൾ നല്ല വെയിൽ, ഒരു മരം വാങ്ങിയിട്ട് ബാക്കിയെല്ലാം വർക്കും ഇത് മാത്രമേ പില്ലറൊക്കെ ആയുള്ളൂ കേട്ടോ. ഇങ്ങോട്ടൊന്നും ആയിട്ടില്ല. കുറേ സമയം എടുക്കും. എന്തായാലും എനിക്ക് തോന്നുന്നൊരു 1 വർഷമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നത് പണി തീരാൻ വേണ്ടിയിട്ട്. അറിയില്ല, എനിക്ക് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് കഴിയുമായിരിക്കും. അടുത്ത മഴ ആകുമ്പോഴേ കഴിയുമായിരിക്കും. ജൂണിന് മുമ്പ് ചിലപ്പോൾ തീർക്കാനും സാധ്യതയാണ്. പറ്റില്ല, വെള്ളം കയറുന്നതാണ് മെയിൻ പ്രശ്നം അവിടെ. ഇന്ത്യയൊക്കെ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. നോക്കാം. അവൾക്ക് വിശക്കണ പറഞ്ഞാൽ പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബാലരാമപുരം എത്താനായില്ലേ, ബാലരാമപുരത്താൻ പോണൊക്കെ ഗൈസ്. അപ്പം നമ്മളിവിടെ ചേച്ചീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്താറായി. അമ്പൂട്ടി എന്താണോ എന്തോ മണ്ണ് കളിക്കായിരിക്കും. ഞാൻ ഇല്ലെങ്കിൽ അവൾക്ക് മണ്ണ് കളിയണം. അമ്പു ചേച്ചിയുടെ എന്താ നോക്കണം. അമ്പൂട്ടി അല്ലി ഇത് ചേച്ചി കുറേ നാളുകൾക്ക് ശേഷം. അല്ലി ഉറക്കം വരുന്നുണ്ട് അവൾക്ക്. എന്താ കൊതുക് അടിച്ചതാ മുഖത്ത്?
അതൊക്കെ നന്ദുവിന് ചോദിച്ചില്ല ചേച്ചിയുടെ അടുത്ത്. അവക്കും വലിയ മൈൻഡില്ല, അവക്കും വലിയ മൈൻഡില്ല. അവളുടെ അടുത്ത് ചോദിച്ചു നന്ദു ഒന്ന്. എനിക്ക് അവനെ കണ്ടോണ്ടായിരിക്കും. ഒരു മരം നിന്നില്ലേ, ഒറ്റ മരം. എല്ലാം മരം വീണതാണോ മുറിച്ചതാണോ എന്തോ. ഗൈസ് അനുട്ട് അതവിടെ ചേച്ചി ഉണ്ടാക്കിയ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അല്ലി അല്ലി ഇൻഡി പല്ല് എത്രണ്ണം വന്നു അല്ലിക്ക്? അല്ലിക്ക് പല്ല് എത്രണ്ണം വന്നു? എത്ര പല്ല് വന്നു? എത്ര പല്ല് വന്നു? ഈ ആട്ട് അല്ലി, ഈ ആട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സംസാരിച്ച് പിന്നെ ചേച്ചി ഇത് ലൈമെല്ലാം കലക്കി തന്നു. അങ്ങനെ പിന്നെ എനിക്ക് വലിയ പനിയാണ്, ഇത് എന്താ പറയുക, തൊണ്ടവേദനയും പനിയൊക്കെ ആയിരുന്നു 2 ദിവസം. അതാ പിന്നെ വീഡിയോ ഒന്നും ഇടാത്തത്. ഇപ്പോഴും തൊണ്ടവേദന കുറഞ്ഞില്ല. അങ്ങനെയൊക്കെ അമ്പൂട്ടി ഇതപ്പം അംഗനവാടി ഇട്ട് വന്നു അല്ലേ അമ്പൂട്ടി? ആൻറ്റി വന്നോ? വന്നു. അന്തുമ്മ ഉറക്കാം. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.